ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടത്തിയത് കോടികളുടെ തട്ടിപ്പെന്ന് കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. മുൻ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പ്രതിക്കൂട്ടിൽ. സ്പോൺസർക്ക് വേണ്ടി വഴിവിട്ട നടപടിക്രമങ്ങൾ മന്ത്രി നടത്തിയെന്ന് കണ്ടെത്തൽ. സ്റ്റേഡിയം കൈമാറിയതിലും ഗുരുതര വീഴ്ച. കായിക വകുപ്പിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ദേശീയ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ശുപാർശ. PSC റാങ്ക് ലിസ്റ്റ് ക്രമക്കേടിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിന് ഹൈക്കോടതി സ്റ്റേ. 1 മാസത്തേക്ക് സ്റ്റേ ചെയ്തത്. ആസൂത്രണ ബോർഡ് പരീക്ഷയിലെ 1ഉം 2ഉം റാങ്കുകാരുടെ വിശദാംശങ്ങൾ 3ആം റാങ്കുകാരന് നൽകണമെന്ന ഉത്തരവ്. 37 ദിവസത്തെ സമരം പിൻവലിച്ച് LPST റാങ്ക് ഹോൾഡേഴ്സ്. തീരുമാനം വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രശ്നപരിഹാരത്തിന് സർക്കാർ 45 ദിവസത്തെ സമയം ആവശ്യപ്പെട്ടു. അതുവരെ പ്രതിഷേധമില്ലാതെ സമരം തുടരുമെന്ന് വളർമതി. അപകടത്തിൽപ്പെട്ട MSC എൽസ കപ്പലിന്റെ അവശിഷ്ടങ്ങളും കണ്ടെയ്നറുകളും ഉടൻ നീക്കം ചെയ്യണമെന്ന് കേന്ദ്രം ഹൈക്കോടതിയിൽ. അപകടകരമായ ചരക്കുകൾ കടലിന് അടിയിലെന്നും സമുദ്ര പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകാൻ സാധ്യതയെന്നും കേന്ദ്രം. അർജുൻ ആയങ്കിയെ തലശ്ശേരി CJM കോടതി 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കസ്റ്റഡി അനുവദിച്ചത് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ കണ്ടെത്തുന്നതിന്. എല്ലാ കുറ്റവും താൻ തന്നെയാണ് ചെയ്തതെന്ന് അർജുൻ ആയങ്കി മാധ്യമങ്ങളോട് പറഞ്ഞു. 2018 പ്രളയത്തിന് ശേഷവും പാഠം പഠിക്കാതെ പത്തനംതിട്ട ജില്ലാ ഭരണകൂടം. നദീ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള റിവർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പ്രവർത്തനം നിലച്ചു. മിന്നൽ പ്രളയങ്ങളും വെള്ളപ്പൊക്കങ്ങളും പതിവായിട്ടും ഫണ്ടിൽ വിനിയോഗിക്കാതെ കിടക്കുന്നത് 12 കോടിയോളം രൂപ. പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ ബഹളം. സഭാ നടപടികൾ തടസ്സപ്പെട്ടു. അവസരത്തിനൊത്ത് വിഷയങ്ങൾ മാറ്റി പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നുവെന്ന് കേന്ദ്രം. പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധവുമായി ഭരണപക്ഷവും പ്രതിപക്ഷവും. വർഷകാല സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപ് FCRA ഭേദഗതി ബിൽ അവതരിപ്പിക്കുമെന്ന് സൂചന. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ ഹെലികോപ്റ്ററിന് അടിയന്തര ലാൻഡിംഗ് മോശം കാലാവസ്ഥയെ തുടർന്ന് മുഖ്യമന്ത്രി സുരക്ഷിതൻ. കൊളംബിയയിലെ ഭൂചലനത്തിൽ മരണം 132ആയി. 600ഓളം പേർക്ക് പരിക്ക്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിക്കാൻ തീവ്ര ശ്രമം. തുടർചലനങ്ങൾ ഉണ്ടായേക്കുമെന്ന് മുന്നറിയിപ്പ്. 5000 മത്സരം പൂർത്തിയാക്കി ഏകദിന ക്രിക്കറ്റ്. പുരുഷന്മാരുടെ ഏകദിന ക്രിക്കറ്റ് 5000-ലെത്തിയത് സ്കോട്ട്ലൻഡും കാനഡയും തമ്മിൽ നടന്ന മത്സരത്തോടെ. ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചത് ഇന്ത്യ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.